There are different areas where God can break us. In the area of finances, love for money. In the area of physical, love for self. In the area of vices, God can break that. And നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പലതരത്തിലുള്ളതായിട്ടുള്ള തുറകളിൽ ദൈവം രൂപാന്തരം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ധനത്തെ സംബന്ധിച്ചുള്ളതായ, പണത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ശാരീരികമായി, മാനസികമായി, ശരീരത്തിലൊക്കെയും കടന്നു വരുന്നതായിട്ടുള്ള രോഗങ്ങൾ മുഖാന്തരം, ഇങ്ങനെ പല രീതികളിലാണ് കർത്താവ് നമ്മെ തന്നോട് അടുപ്പിക്കുന്നത്, രൂപാന്തരപ്പെടുത്തുന്നത്. To answer the question, what is it in us that God wants to break? Let me propose 3 things that God wants to break in us. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് എന്താണ് ഈ ദിവസങ്ങളിൽ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയുവാൻ ആഗ്രഹിക്കുക. In Matthew 4:3-10, Jesus was tempted in all ways, in all areas of life. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ 3 മുതൽ 10 വരെയുള്ളതായിട്ടുള്ള വാക്യങ്ങൾ കർത്താവ് എങ്ങനെ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Jesus fasted for 40 days and he was very hungry. 40 ദിവസം രാത്രിയും പകലും ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന് അപ്പോഴേക്കും വിശന്നു എന്ന് പറയുന്നു. Satan said, "Turn this stone into bread." പിശാച് അടുത്ത് വന്നിട്ട് പറയുകയാണ് ഈ കല്ലുകളെ അപ്പമാക്കി തീർക്കുവാൻ കൽപ്പിക്കുക. Satan was testing Jesus' flesh, no? പ്രത്യേകിച്ച് കർത്താവിന്റെ ആ ശരീരത്തിലുള്ളതായിട്ടുള്ള അപ്പോഴുള്ള ബലഹീനതയെ പിശാച് പരീക്ഷിക്കുകയാണ്. Jesus said, "Man does not live by bread alone." കർത്താവിനോട് പറഞ്ഞു, പിശാചിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അവന്റെ വായിലുള്ള വചനത്താലും ജീവിക്കുന്നുവെന്ന്. But by every word that God speaks. ദൈവത്തിൻ്റെതായിട്ടുള്ള, ദൈവം സംസാരിക്കുന്ന ഓരോ വചനത്തിലൂടെയും മനുഷ്യൻ ജീവിക്കുന്നുവെന്ന്. Satan tested him, lust of the flesh. Second, pride of life. പ്രത്യേകിച്ച് രണ്ടാമത്തേതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജീവനത്തിന്റെ പ്രതാപം. Satan brought him up in the temple. കർത്താവിനെ പിശാച് അവിടുത്തേതായിട്ടുള്ള ആലയത്തിന്റെ മേലേക്ക് കൊണ്ടുവന്നു. And Satan said, "Throw yourself away." താഴേക്ക് ചാടുക എന്ന് കൽപ്പിക്കുകയാണ്, പറയുകയാണ്. And your angels will see you. അങ്ങനെ നിന്റേതായിട്ടുള്ള ദൂതന്മാര് നിന്നെ കാത്തുകൊള്ളും എന്ന് പിശാച് കർത്താവിനോട് പറയുന്നു. So Jesus is able to throw himself away and let his angels carry him, but he did not do that. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് ചാടിയാൽ ദൂതന്മാർ അവനെ വഹിച്ചുകൊള്ളുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു, പക്ഷെ അവനത് ചെയ്തില്ല. God was testing his pride. പ്രത്യേകിച്ച് അവന്റേതായിട്ടുള്ള അഹന്തയെ പരീക്ഷിക്കുകയായിരുന്നു പിശാച്. Satan was testing his pride, but Jesus did not give in to that. പിശാച് അവനെ അഹന്തയുടേതായ കാര്യത്തെക്കുറിച്ച്, പ്രൈഡിനെ കുറിച്ച് പരീക്ഷിച്ചു, പക്ഷെ കർത്താവിന് ഇരയായി തീർന്നില്ല. Lastly, Satan brought him to the mountain so that he can see all the things on earth. ഒരു മലയിലേക്ക് പിശാച് കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോകത്തിലുള്ള സകലവിധമായിട്ടുള്ള ദേശങ്ങളെ അതിന്റെ പ്രതാപത്തെ കാണിച്ചു കൊടുക്കുന്ന കാഴ്ച. Satan said, "All the riches will be given to you, just worship." ഈ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് നൽകി തരാം. But Jesus said, "You shall only worship God." പ്രത്യേകിച്ച് നീ എന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പിശാച് പറയുമ്പോൾ കർത്താവിനോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നീ നമസ്കരിക്കാവൂ എന്ന്. Satan tested him on his eye, lust for the eye. പ്രത്യേകിച്ച് കൺമോഹത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള പരീക്ഷയാണ് പിശാച് അവന് കൊടുത്തത്. The same thing with Jesus. Satan is also tempting us in these 3 areas of life. കർത്താവിനെ പരീക്ഷിച്ചതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല രീതികളിൽ പിശാച് നമ്മെയും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. Lust of the flesh. പ്രത്യേകിച്ച് ജഡമോഹം, Pride of life. ജീവനത്തിന്റെ പ്രതാപം, And lust of the eye. കൺമോഹം. So these are the areas where God wanted us to be broken. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളതായിട്ടുള്ള ചില കാര്യങ്ങളിലും കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, മുറിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. The second question is, how does do that? How does God break us? രണ്ടാമത് ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതാണ്, കർത്താവ് എങ്ങനെയാണ് നമ്മയൊക്കെ രൂപാന്തരപ്പെടുത്തുന്നത്? In James 1:2-4 it says, പ്രത്യേകിച്ച് യാക്കോബിന്റെ ലേഖനം 2:2 ഇങ്ങനെ പറയുന്നു, "Consider it pure joy, my brothers, പ്രത്യേകിച്ച് സഹോദരന്മാരെ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ സന്തോഷിപ്പിൻ. Whenever you experience trial or face trial പരിശോധനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പരീക്ഷകൾ അകപ്പെടുമ്പോൾ, of many kinds, പലതരത്തിലുള്ള പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ, because you know that the testing of your faith നമ്മൾ സന്തോഷിപ്പാൻ പറഞ്ഞിരിക്കുന്നു. കാരണം നമ്മുടെയൊക്കെയും അതിൻ്റെതായിട്ടുള്ള പരീക്ഷ develops perseverance. പ്രത്യേകിച്ച് കർത്താവിനോട് പറ്റിച്ചേരുവാൻ അത് നമ്മെ സഹായിക്കുന്നു എന്നർത്ഥം. God breaks us
by allowing us to experience trials. പ്രത്യേകിച്ച് പരീക്ഷകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതിലൂടെ കർത്താവ് നമ്മെ പരീക്ഷിക്കുകയാണ്, രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Because it would result to perseverance. അങ്ങനെ പെർസിവറൻസിലേക്ക് അത് നമ്മെ നയിക്കുന്നു എന്നർത്ഥം. Trials would result to faith in God. പ്രത്യേകിച്ച് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിലുള്ളതായിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു ബന്ധമാണ്. There are different areas where God is able to deal with us. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ളതായിട്ടുള്ള വശങ്ങളുണ്ട്. കർത്താവ് അതിനെയൊക്കെയും പ്രത്യേകമായിട്ട് അതിൽ ഇടപെടുവാൻ അല്ലെങ്കിൽ അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. First, physical. God can allow sickness. ഒന്നാമത് അത് ശാരീരികമായിട്ടുള്ളതാണ്. ചിലപ്പോൾ ചില രോഗങ്ങളെ കർത്താവ് നമ്മുടെ ശരീരത്തിൽ അനുവദിക്കുന്നു. He does not give us sickness, but He allowed it. He can allow പ്രത്യേകിച്ച് it. കർത്താവല്ല നമുക്ക് രോഗം കൊണ്ടിടുന്നത് നമുക്കറിയാം, എന്നാൽ അവനത് അനുവദിക്കുന്നു. Second area, in our relationships or social life. പ്രത്യേകിച്ച് രണ്ടാമത്തേതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിലുള്ളതായിട്ടുള്ള നമ്മുടെ ബന്ധവും അത് ബന്ധത്തോടുകൂടിയാണ്. God can deal the area mother and father relationships. നമ്മുടേതായിട്ടുള്ള സാമൂഹിക ജീവിതം എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ളതായിട്ടുള്ള ജീവിതം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, Spouses relationship. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, Brothers and sisters സഹോദരി relationship. സഹോദരന്മാർ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം, Any relationships that relates to contact with other people. പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഏതെല്ലാം തരത്തിലുള്ളതായിട്ടുള്ള അനുഭവങ്ങളുണ്ടോ ബന്ധങ്ങളുണ്ടോ അതൊക്കെയും പരീക്ഷയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. God can deal with us in the area of intellect also. പ്രത്യേകിച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലും കർത്താവ് നമ്മെ പരീക്ഷിപ്പാൻ പ്രത്യേകിച്ച് പരിശോധനകൾ വരുവാൻ സാധ്യതയുണ്ട്. Is it we will love and believe the word of God, or we will love and believe what the world is saying? പ്രത്യേകിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നതൊക്കെയും വിശ്വസിച്ച് അതിനെ അനുസരിക്കുന്നു, അതോ ലോകത്തിൽ കാണുന്നതിനെ വിശ്വസിച്ച് അനുസരിക്കുന്നുവോ? Are we going to believe only in logic, അതായത് കർത്താവിൽ തന്നെ നമ്മൾ ആശ്രയം വെക്കുകയാണോ, or believe what the word of God says? ലോകത്തിലുള്ളതിൽ ആശ്രയിക്കുകയാണോ, അതോ കർത്താവിന്റെ വചനം എന്ത് പറയുന്നു എന്നുള്ളതിൽ വിശ്വസിക്കുകയാണോ? God can deal with us in our financial life. നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിലും കർത്താവ് ഒരു പക്ഷേ പരിശോധനയ്ക്ക് നമ്മെ ഏൽപ്പിച്ചേക്കാം. We may have many money, ധാരാളമായിട്ടുള്ള പണം ഒരു പക്ഷെ or we നമുക്കുണ്ടായിരിക്കാം. may not have any money at all. അതുപോലെ തന്നെ ഒരു പക്ഷെ ഒന്നും തന്നെ ഇല്ലാത്തതായിട്ടുള്ള സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള അവസ്ഥയിൽ നമ്മെ ആക്കി തീർക്കുവാൻ God wants to കഴിയും. break us in our financial അങ്ങനെ life. ആ രീതിയിലും പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിലും കർത്താവ് നമ്മെ പരിശോധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. God wants to break us also in our professional life. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തില് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെയും അതുപോലെയുള്ള പരീക്ഷകൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. Will we obey God or allow the system? അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കുക അതിലൂടെ, അതല്ലെങ്കിൽ എപ്പോഴുള്ളതായിട്ടുള്ള ലൗകികമായിട്ടുള്ള സിസ്റ്റത്തിൽ വിശ്വസിക്കുക The അനുസരിക്കുക. system of the world to destroy our faith in God. പ്രത്യേകിച്ച് ലോകത്തിൻ്റെതായിട്ടുള്ള രീതി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. God can also deal with our spiritual life. അതുപോലെ തന്നെ കർത്താവ് നമ്മുടേതായിട്ടുള്ള ആത്മീക ജീവിതത്തിലും രൂപാന്തരത്തെ വരുത്തുവാൻ Are we സാധിക്കും. going to continue in sin or repent from it? പ്രത്യേകിച്ച് നമ്മൾ ലാഗപ്പെടാൻ സാധ്യതയുള്ള പാപത്തിൽ തന്നെ നാം ആയിരിക്കാനാണോ ആഗ്രഹിക്കുന്നത് നാം, അതോ അതിൽ നിന്ന് അനുതാപത്തോടെ പശ്ചാത്തപിച്ച് പുറത്തു വരികയാണോ? God also dealt with me in different areas of my life. ഇങ്ങനെയുള്ളതായിട്ടുള്ള പല കാര്യങ്ങളിൽ പല വശങ്ങളിൽ കർത്താവ് എന്നോടും ഇടപെട്ടുകൊണ്ടേയിരുന്നു. One of the most difficult things that happened in my life was in 2005. 2005 എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വസ്തുത ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു കാര്യത്തെക്കുറിച്ച്. I was diagnosed with breast cancer. പ്രത്യേകിച്ച് ആ സമയത്ത് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ബാധിപ്പാനിടയായി. I thought that was the end of my life. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെതായ അവസാനം എത്തിയിരിക്കുന്നുവെന്നാണ്. I was studying at that time. I was finishing my PhD. PhD ഒരു കോളേജിൽ ഞാൻ അവിടെ PhD സൈക്കോളജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തീർക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. I was working as a teacher. അവിടെ അതേ കോളേജിൽ തന്നെ ടീച്ചറായിട്ടും കൂടി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was serving God in my church. അതുപോലെ തന്നെ എൻ്റെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ദൈവത്തെയും സേവിച്ചുകൊണ്ടേയിരുന്നു. I remember when I was brought to the hospital. എനിക്ക് ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഞാൻ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ The doctor said we will do a frozen section on you. പ്രത്യേകിച്ച് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിന്റേതായിട്ടുള്ള ശരീരത്തിൽ ഫ്രോസൺ സെക്ഷൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. We will check the lumps on your breast while you are asleep.
പ്രശ്നമുള്ളതായിട്ടുള്ള ലംസ് മുഴ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. If it is malignant, we will remove your breast. അത് ക്യാൻസറസ് ആണ് അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ളതായ പരീക്ഷണങ്ങളും പ്രത്യേകിച്ച് ചികിത്സയും ചെയ്യേണ്ടി വരും. After 12 hours in the operation room, 12 മണിക്കൂർ ഓപ്പറേഷൻ റൂമിൽ ഞാനായിരുന്നതിന് ശേഷം I was brought to my room. എന്റേതായിട്ട് റൂമിലേക്ക് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുവന്നു. I didn't know what happened because I was asleep for 12 hours. പ്രത്യേകിച്ച് 12 മണിക്കൂർ കുറച്ചു നേരം എനിക്ക് ഉറങ്ങണമെന്ന് തോന്നി. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്ക് അറിയുവാനുള്ള ആഗ്രഹം അപ്പോഴേക്കുമില്ലായിരുന്നു. When I saw my doctor, I asked him what happened. ഡോക്ടറെ എന്നെ ചികിത്സിച്ചതായ ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. And he said that it was malignant, so we had to remove your breast. പ്രത്യേകിച്ച് അത് ക്യാൻസർ ബാധിച്ചിരിക്കുന്നതുകൊണ്ട് അത് മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എന്നോട് പറഞ്ഞു. But I asked the doctor, how long will my life be? പ്രത്യേകിച്ച് എത്രത്തോളം സമയം അതിനു വേണ്ടി എടുക്കും എന്നുള്ളത് എന്നോട് ചോദിച്ചു. And he said, let's not talk about your life. Let's talk about the wounds. Let it be healed first. എത്ര നാൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നല്ല, അത് എത്ര സമയം എടുത്തുകൊണ്ട് അത് കരിയാൻ സാധിക്കും, ചികിത്സിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിപ്പാൻ പറഞ്ഞു. Since my doctor cannot answer my question, പ്രത്യേകിച്ച് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഡോക്ടർക്ക് ഉത്തരം പറയുവാനില്ലായിരുന്നതുകൊണ്ട് I have to ask the greatest doctor of all, God. ലോകത്തിലേക്ക് വെച്ച് എല്ലാ വലിയ വൈദ്യനായിട്ടുള്ള കർത്താവിനോട് തന്നെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിപ്പാൻ ആഗ്രഹിച്ചു. I remember I asked God during one of my quiet times. പ്രത്യേകിച്ച് ഒരു ക്വയറ്റ് ടൈമിൽ ഞാൻ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചു. Well, I was recuperating from my wounds from my operation. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളതായിട്ടുള്ള മുറിവിൽ നിന്ന് എനിക്ക് അല്പമായിട്ടുള്ളതായിട്ടുള്ള ആശ്വാസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു അത്. God spoke to me on Psalm 118 verse 17. 118-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 17-ാമത്തെ വാക്യത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിച്ചു. Where it says, you shall not die but live and tell of the works of the Lord. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്നുള്ള വചനത്തിലൂടെ കർത്താവ് എന്നോട് അപ്പോഴേക്കും സംസാരിച്ചു. So I am here as a testimony of God's faithfulness to that promise that I will ജീവിതത്തിൽ not die. കർത്താവ് ചെയ്തതായിട്ടുള്ള വാഗ്ദത്തത്തിന്മേലുള്ള വിശ്വസ്തത മുഖാന്തരമാണ് ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. And I will continue to tell of God's word. ഞാൻ എവിടെ ആയിരിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് ആ കർത്താവിനെ കുറിച്ചും അതിൻ്റെതായിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ തുടരും. Not only in the Philippines, ഫിലിപ്പീൻസിൽ മാത്രമല്ല, not only in India, ഇന്ത്യയിൽ മാത്രമല്ല, but in the remotest part of the world. ലോകത്തിന്റെ ഓരോ അറ്റത്തോളം എന്റെ സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Let me share with you some of the principles that I've learned while going through cancer experience. ഈ ക്യാൻസർ എക്സ്പീരിയൻസിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പഠിച്ചതായിട്ടുള്ള വചനത്തിൽ നിന്നുള്ള ചില തത്വങ്ങളെ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. Let me share with you how God upheld me, how God helped me survived cancer. പ്രത്യേകിച്ച് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുവാൻ, സൗഖ്യം പ്രാപിപ്പാൻ കർത്താവ് എങ്ങനെ സഹായിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. When God was breaking me as of that time, I realized and I choose to see God for who He is. പ്രത്യേകിച്ച് ആ സമയങ്ങളിൽ കർത്താവ് എന്നെ പ്രത്യേകിച്ച് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് തന്നെ എനിക്കൊരു ആഗ്രഹം ആ ദിവസങ്ങളിൽ. He is the omnipotent, omnipresent and omniscient God. സർവശക്തനും സർവവ്യാപിയുമായിട്ടുള്ളതായിട്ടുള്ള കർത്താവിനെ കുറിച്ച് തന്നെ അറിയുവാൻ എനിക്ക് ഇടവന്നു. He knows what He is doing. അവൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അവനെല്ലാം തന്നെ അറിയാൻ സാധിക്കും, എല്ലാം അവൻ അറിയുന്നു. He is all powerful. അവൻ വളരെ ശക്തനാണ്. And He is present with me. അതുപോലെ തന്നെ അവൻ നമ്മുടെ കൂടെയുണ്ട്, എന്നോട് കൂടെയുണ്ട് എന്നുള്ള ചിന്ത എന്നെ അപ്പോഴേക്കും ഭരിച്ചു. After the operation, I went through 6 sessions of chemotherapy. ഈ ഓപ്പറേഷന് ശേഷം കീമോതെറാപ്പിയുടെ ഏകദേശം 6 സെഷൻസിലൂടെ എനിക്ക് പോകേണ്ടതായിട്ടും വന്നു. Every 3 weeks, every 3rd week, they need to insert a needle on my nerve. ഓരോ 3 ആഴ്ചയും കഴിയുമ്പോഴേക്കും പ്രത്യേകമായിട്ടുള്ള ഒരു സൂചി എന്റെ മേൽ അവർ കുത്തിവെച്ച് കീമോതെറാപ്പി ചെയ്തു. And for 2 hours, all the chemo drugs will enter my veins. അങ്ങനെ ആ സമയത്ത് ആ 3 ആഴ്ചയിൽ ഒരിക്കൽ ആ സൂചിയിലൂടെ അതിന്റെ കീമോയുടേതായിട്ടുള്ള തുള്ളികൾ എന്റെ ശരീരത്തിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. In the evening, I would remember vomiting and being weak. അന്നത്തേതായ ദിവസം വൈകിട്ടാകുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഛർദിയും അങ്ങനെയുള്ളതായിട്ടുള്ള ബലഹീനതകളൊക്കെ എനിക്ക് നേരിട്ടു. And in the middle of the night, I will wake up because of pain. പ്രത്യേകിച്ച് രാത്രി സമയത്ത് പാതിരാത്രിയാകുമ്പോഴേക്കും വേദന കൊണ്ട് ഞാൻ പലപ്പോഴും എഴുന്നേൽക്കുമായിരുന്നു. I will go to the bathroom and vomit without
nothing to be vomited. പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെയും പോയി ഛർദ്ദിക്കുന്നതായിട്ടുള്ള രീതികൾ എനിക്ക് അന്നുണ്ടായിരുന്നു. It was a difficult time. അങ്ങനെ വളരെ പ്രയാസമുള്ള ഒരു സമയമായിരുന്നു എന്റേത്. But I choose to see that God is sovereign. എന്നാലും ആ സമയത്തും കർത്താവ് എല്ലാം തന്നെ കാണുന്നു, നിയന്ത്രിക്കുന്നു എന്നുള്ള ആ ചിന്ത എന്നെ ഭരിച്ചിരുന്നു. He knows what I was going through. ഞാൻ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവൻ അറിയാമായിരുന്നു. It did not only happen once. അതൊരിക്കൽ മാത്രമല്ല അങ്ങനെ സംഭവിച്ചത്. I need to go through second chemotherapy. രണ്ടാമത്തേത് കീമോതെറാപ്പിയിലൂടെ എനിക്ക് കടന്നുപോകാൻ സാധിച്ചു. Third. മൂന്നാമത്തേത്. Fourth. നാലാമത്തേത്. Fifth. അഞ്ചാമത്തേത്. When the sixth came, ആറാമത്തേതായിട്ടുള്ള കീമോതെറാപ്പി സെഷൻ വന്നപ്പോൾ my veins on here collapsed. തേച്ചിൻ്റെതായിട്ടുള്ള വെയിനുകൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. They need to find another veins to insert this ശരിക്കുള്ള വെയിന് കണ്ടെത്താൻ സാധിക്കാതെ ഡോക്ടേഴ്സിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ പ്രത്യേകമായിട്ടുള്ള ചില രീതികൾ മനസ്സിലാക്കുവാൻ അവർ ആഗ്രഹിച്ചു. അപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: കർത്താവ്, ഇതിലൂടെ കടന്നു പോകുക ഒത്തിരി ബുദ്ധിമുട്ടുള്ള വേദനയുള്ള ഒരു കാര്യമാണെങ്കിലും നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നുവെന്ന്. Again, I choose to focus my eyes on God. അപ്പോഴും ആ സമയത്തും കർത്താവിങ്കിൽ എന്റെ കണ്ണുകൾ നടുവാൻ. And He carried me through the 6 sessions of chemotherapy. അങ്ങനെ 6 സെഷനിലൂടെയും കീമോതെറാപ്പിയിലൂടെ കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി. But that was not the end of it. I need to go through 31 sessions of radiation അതിനുശേഷം അതിന്റെ therapy. അന്ത്യമായിരുന്നില്ല. അതിനുശേഷം 31 പ്രാവശ്യം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നടക്കേണ്ടതായിട്ടുണ്ട്. From Monday to Friday I was at the hospital. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എന്നെ കൊണ്ടുപോയിരുന്നു. They need to kill all the cancer cells. അപ്പോൾ എന്റേതായിട്ടുള്ള ശരീരത്തിലുള്ളതായിട്ടുള്ള ക്യാൻസർ വരുത്തുന്നതായിട്ടുള്ള രോഗാണുക്കളെല്ലാം തന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഡോക്ടേഴ്സിന്റെ ഉദ്ദേശം. പ്രത്യേകിച്ച് ചെസ്റ്റിലുള്ളതായിട്ടുള്ള ക്യാൻസർ സെൽസിനെ. The chemotherapy will run after the cancer in the other parts of my body. ആ കീമോതെറാപ്പിയിലൂടെ നൽകപ്പെടുന്ന മരുന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന അവസ്ഥയായിരുന്നു. But I survived. എന്നാലും എനിക്ക് ജീവിപ്പാൻ സാധിച്ചു. God provided for all things. പ്രത്യേകിച്ച് കർത്താവ് തന്റേതായ കൃപ എനിക്ക് നൽകി തന്നു എന്നർത്ഥം. Second principle that I learned is to depend and trust Him for the situation. രണ്ടാമത്തേതായ കാര്യം, വസ്തുതയിൽ ഞാൻ മനസ്സിലാക്കിയത് കർത്താവിൽ തന്നെ ആശ്രയം വെക്കുക, അവനിൽ തന്നെ വിശ്വസിക്കുക, ആശ്രയിക്കുക എന്നുള്ളതാണ്. At that time it would cost about 20,000 for chemotherapy. പ്രത്യേകിച്ച് 20,000 രൂപ അല്ലെങ്കിൽ പെസോസ് അതിനാകുമായിരുന്നു കീമോതെറാപ്പിയുടേതായ സെഷന് വേണ്ടി. I didn't have enough money. I didn't have a medical. മരുന്നിനൊക്കെയുള്ള ചിലവാകുന്ന മെഡിക്കൽ ബിൽസ് പേ ചെയ്യാനായിട്ടുള്ള കാശൊന്നും എന്റെ കയ്യിലില്ലായിരുന്നു. But God provided. എന്നാൽ ദൈവം അതൊക്കെ നൽകി തന്നു. I have to depend on God every session. അങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് ഓരോ കീമോതെറാപ്പിയുടെ സെഷൻ കർത്താവിൽ തന്നെ ആശ്രയിക്കാൻ ഇടയായി. The first chemotherapy was sponsored by my sister. എന്റെ സഹോദരിയാണ് ആദ്യത്തെ കീമോതെറാപ്പിയുടേതായ സെഷന്റെ ചെലവ് വഹിച്ചത്. The second chemotherapy was sponsored by a friend. Praise the Lord. ഒരു സുഹൃത്താണ് രണ്ടാമത്തെ സെഷൻ എന്നെ സഹായിച്ചത്. So every chemotherapy session God is using people to provide. മറ്റു പലരാലും സഹായിക്കപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള കീമോതെറാപ്പി സെഷനിലൂടെ ചികിത്സ തേടുവാൻ എന്നെ സഹായിച്ചത്. I did not spend any money for my radiation therapy. എന്റെ സ്വന്തമായിട്ടുള്ള കാശ് ഒന്നും തന്നെ അതിന് ചിലവാക്കേണ്ടതായിട്ട് വന്നില്ല. That cost about 100,000. അങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ ഏകദേശം 1,00,000 പെസോസ് അല്ലെങ്കിൽ റുപ്പീസ് അതിന് വേണ്ടി ചിലവായി എന്നർത്ഥം. God allowed me to have free radiation therapy. അങ്ങനെ റേഡിയേഷൻ തെറാപ്പിയും ശരിയായ രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ നടത്തുവാൻ ദൈവം സഹായിച്ചു. God is good. ദൈവം നല്ലവൻ. Third principle, have a proper perspective of God's suffering and difficulty. മൂന്നാമത്തേതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശരിക്കുള്ള ഒരു വീക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ട്. പെർസ്പെക്റ്റീവ്സ് about suffering and difficulty. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു ദർശനം അല്ലെങ്കിൽ ഒരു വീക്ഷണം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. At that time it was difficult for me to understand what God wants. ആ സമയത്ത് അതിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ദൈവം എന്നെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. But I just have to go through it. പക്ഷേ എങ്കിലും അതിലൂടെ ഞാൻ കടന്നു പോകാൻ എന്നെ തന്നെ സമ്മതിച്ചു കൊടുത്തു. Trusting God. കർത്താവിനെ വിശ്വസിക്കുക, ആശ്രയിക്കുക എന്ന് പറയുന്നത്. And knowing that He has a purpose for that. എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവനിൽ തന്നെ ആശ്രയം വെക്കുക. As I looked back, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ I know God wanted to humble me. ഒരു കാര്യം കർത്താവിനെ കുറിച്ച് ആഗ്രഹിച്ചു, തന്നെ താൻ താഴ്മയുള്ളവളാക്കി തീർക്കുവാൻ, താഴ്ത്തി കൊടുക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് നൽകി തന്നു. God broke me so that I can be a
pleasing aroma before Him. പ്രത്യേകിച്ച് കർത്താവ് എന്നെ ഒന്ന് നുറുക്കുവാൻ ഇടയായി. കാരണം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു സുഗന്ധമായി തീരേണ്ടതിനായി തന്നെ. So I learned what God was teaching me. അങ്ങനെ കർത്താവ് എന്നെ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പഠിക്കുവാൻ സാധിച്ചു. Fourth, be sensitive to what God is teaching me. പ്രത്യേകിച്ച് നാലാമത്തേതായിട്ടുള്ള കാര്യം, കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള നാലാമത്തെ കാര്യം, കർത്താവ് എന്താണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സ്. At that time there was an area in my life that God wanted me to submit to Him. പ്രത്യേകിച്ച് പല എൻ്റെ ജീവിതത്തിലുള്ള വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിനെല്ലാം തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. And God allowed me to submit that area. അങ്ങനെയുള്ള ഓരോ വശങ്ങളെ, ഓരോ കാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിപ്പാൻ അതിലൂടെ ദൈവം എന്നെ സഹായിച്ചു. Last principle is to endure it. പ്രത്യേകിച്ച് അവസാനത്തേതായിട്ടുള്ള ആ തത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ സഹിക്കുക എന്നുള്ളതാണ്. And God, by His grace and power, allowed me to endure the operation, the chemotherapy, and the radiation therapy. ദൈവം തന്റെ ശക്തിയാലും കൃപയാലും ആ ചികിത്സയിലൂടെ കടന്നു പോകുമ്പോൾ കീമോതെറാപ്പിയും റേഡിയോ ആക്റ്റീവ് ട്രീറ്റ്മെന്റിലൂടെയൊക്കെ കടന്നു പോകാൻ ദൈവം എനിക്ക് കൃപ നൽകി തന്നു. So praise the Lord. Praise the Lord. Lastly, let me share with you what would be the results of being broken. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ദൈവത്താൽ നുറുക്കപ്പെടുന്നതിലൂടെ എന്താണ് ദൈവം ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. First, the Lord taught me to have a humble heart and a contrite heart. ഒന്നാമത് തകർന്നു നുറുങ്ങിയുള്ള ഒരു ഹൃദയത്തെ ലഭിപ്പാൻ ദൈവം എന്നെ അതിലൂടെ സഹായിച്ചു. I remember my grandfather when I was small, he would tell me. എൻ്റെ വലിയപ്പച്ചനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. അത് ഞാനൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. Because I am the eldest in the family, both mother's side and father's side. എന്റേതായ പിതാവിന്റെയും മാതാവിന്റെയും കുടുംബത്തിലുള്ള ഞാനാണ് ഏറ്റവും മൂത്ത കുഞ്ഞ്. And my grandfather would say, I am the most beautiful. എൻ്റെ വലിയപ്പച്ചൻ ഇങ്ങനെ പറയുമായിരുന്നു, ഞാനാണ് ആ കുടുംബത്തിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരിയായിട്ട്. I am the most intelligent. അതുപോലെ ഏറ്റവും ബുദ്ധിയുള്ളവളെന്നും അപ്പച്ചൻ എന്നെ കുറിച്ച് പറയുമായിരുന്നു. And I am the most kind. അതുപോലെ തന്നെ ഏറ്റവും ദയവ് ഉള്ളതായിട്ടുള്ള ഒരു കുഞ്ഞാണെന്നും അപ്പച്ചൻ പറയുമായിരുന്നു. Among his grandchild. മറ്റുള്ളതായിട്ടുള്ള ചെറുമക്കളിൽ. And maybe somehow that came into my senses. I believe him. Okay. അവന്റെ വലിയപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ വിശ്വസിച്ചു. So growing up I was a little bit proud. അങ്ങനെ അപ്പച്ചൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് വന്നപ്പോഴേക്കും വലുതായി വന്നപ്പോഴേക്കും ഞാൻ ഇച്ചിരി ഒന്ന് അഹങ്കരിക്കാൻ തുടങ്ങി. So God broke me from my pride. അങ്ങനെ കർത്താവിനെ എന്നെ ഒന്ന് തൊടേണ്ടി വന്നു, ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. Now I know I am beautiful. ഇപ്പോൾ എനിക്കറിയാം ഞാൻ സുന്ദരിയാണെന്ന്. I am intelligent. എനിക്ക് ബുദ്ധിയുണ്ടെന്നും എനിക്കറിയാം. I am kind. എനിക്ക് ദയവുണ്ടെന്നും എനിക്കറിയാം. By the grace of God. കർത്താവിന്റെ കൃപയാലാണ് ഇതൊക്കെ. Not because of me. മറ്റുള്ളതായിട്ടുള്ള രീതിയിലല്ല, എന്റെ കഴിവല്ല, ദൈവത്തിന്റെ by His grace. ദൈവത്തിന്റെ കൃപയാൽ. Second, I learned that I will see the great plan, the compassion and the love of God. I really experienced that. രണ്ടാമത്തെ കാര്യം കർത്താവ് എന്നെ പഠിപ്പിച്ചത് ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും സ്നേഹവും എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. That was the most difficult and yet most rewarding experience. അതായിരുന്നു എന്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രതിഫലമായിട്ടുള്ളതായിട്ടുള്ള കാര്യം ദൈവം ചെയ്തെടുത്തത്. Of course, I don't want to go through it again. അത് വീണ്ടും അതിലൂടെ മുമ്പ് സംഭവിച്ച കാര്യത്തിലൂടെ കടന്നു പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. But looking back, if God will allow it, I want to go through it again. പിന്നിട്ടത് ഞാൻ തിരിഞ്ഞു നോക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചാൽ വീണ്ടും അതിലൂടെ കടന്നു പോകാൻ എനിക്ക് ആഗ്രഹവുമുണ്ട്. Because it was during that time when I felt God was so close to me. ആ സമയത്താണ് കർത്താവിനോട് കൂടെ അടുത്തുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. His compassion and love endures forever. അവന്റേതായിട്ടുള്ള കരുണയും ദയയൊക്കെയും എന്നും നിലനിൽക്കുന്നു. That's what I experienced. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. We will repent from our sins. That's the third thing as a result of കർത്താവ് തന്റേതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ശോധനകളിലൂടെ അനുവദിക്കുന്ന മൂന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ടിടയായിത്തീരും. At that time I had a special friend. അന്നത്തേതായ സമയത്ത് എനിക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. He was my classmate during my PhD period. അതെ, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. He is an Indian too. ഓക്കേ, അദ്ദേഹം ഒരു ഇന്ത്യക്കാരനും കൂടിയായിരുന്നു.
But he was not a Christian. എന്നാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ലായിരുന്നു, വിശ്വാസിയല്ലായിരുന്നു. And God allowed me to submit that will, that desire for this man to him. പ്രത്യേകിച്ച് ഈ മനുഷ്യനെ വിവാഹം കഴിക്കണമെന്നുള്ളതായ ചിന്ത എനിക്കുണ്ടായിരുന്നെങ്കിൽ അത് ദൈവത്തിൽ സമർപ്പിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. God allowed me to repent. അങ്ങനെ അതിൽ നിന്ന് പാപങ്ങൾ ഏറ്റുപറയുവാൻ ദൈവം എനിക്ക് കൃപ And നൽകി. really break the relationship. അങ്ങനെ Break the relationship. ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം ഞാൻ ഉപേക്ഷിപ്പാനിടയായി. Number 4, we will be happier, more content and grateful. നാലാമത്തേതായിട്ടുള്ള കാര്യം, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ഉള്ളവരായി തീരുവാൻ സാധിക്കും. I think after the cancer experience, I became more happy. ഈ ക്യാൻസറിൻ്റെതായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ശേഷം ഞാൻ കൂടുതൽ സന്തോഷമുള്ളവളായി, ആനന്ദമുള്ളവളായി തീരുവാൻ എനിക്ക് കഴിയും. More content with what I have. എന്തെല്ലാം എനിക്ക് ദൈവം തന്നിരിക്കുന്നു അതിലൊക്കെയും സന്തോഷം, ആശ്വാസം ഉള്ളതായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. 5th, my relationship with others changed. പ്രത്യേകിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അഞ്ചാമത് രൂപാന്തരപ്പെടുന്നതായിട്ട് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. I became closer to my brothers and sisters. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും കൂടുതൽ അടുക്കുവാൻ ദൈവം എന്നെ സഹായിക്കും. They took turn to take care of me. പ്രത്യേകിച്ച് അവർ എന്നെ സഹായിപ്പാനായിട്ട് അതിലൂടെ ശ്രമിച്ചു. My broken relationship with my mother was restored. പ്രത്യേകിച്ച്